GCC കൺട്രിയായ ഒമാനിൽ 2028 മുതൽ ഇൻകം ടാക്സ് വരുന്നൊരു ന്യൂസ് കണ്ടു. അത് ഫ്യൂച്ചറിൽ ദുബായിലും ഇൻകം ടാക്സ് വരുമോ? ദുബായിൽ ഇൻകം ടാക്സ് കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് എനിക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്യൂച്ചറിൽ ഇനി വരാതിരിക്കാം. പക്ഷേ നമ്മൾ നോക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വെച്ച് നോക്കുവാണെങ്കിൽ ദുബായിൽ ഇൻകം ടാക്സ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. കാരണം വൺ ഓഫ് ദ സ്റ്റേബിൾ ആൻഡ് ഗ്രോയിങ് എക്കോണമിയാണ് ദുബായ് മാർക്കറ്റ്. സോ അവിടെ ഇൻകം ടാക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ നഷ്ടങ്ങളുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും ഇൻകം ടാക്സ് വരത്തില്ലെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. കാരണം ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ മേജർ പില്ലേഴ്സായ ട്രേഡ്, അത് മാത്രമല്ലാതാണ്ട് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ്, ടൂറിസം എല്ലാം നല്ല രീതിക്ക് ബൂമാവുന്ന ഒരു മാർക്കറ്റാണ്. സോ അവിടെ ഇൻകം ടാക്സ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിന് കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഒമാനി ഇൻകം ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നോൺ ഓയിൽ സെക്ടർ കൂട്ടാൻ വേണ്ടിയാണ്. ബട്ട് നമ്മൾ ദുബായിൽ നോക്കുവാണെങ്കിൽ വെറും 1% മാത്രമേ GDP ഓയിൽ സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒമാനിലാണെങ്കിൽ അറൗണ്ട് 30-35% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അത് ഗ്രോ ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇൻകം ടാക്സ് ഒമാനിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ദുബായിൽ നോക്കുവാണെങ്കിൽ അതല്ല കേസ്. സോ ഇവിടെ ഇഷ്ടംപോലെ മില്യനേഴ്സ് മൂവ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടാക്സ് ഫ്രീ ആണ്. ഇവിടെ വന്ന് മില്യനേഴ്സ് എല്ലാം ഇഷ്ടംപോലെ മില്യൻസ് അധികമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ ദുബായ് ഗവൺമെന്റ് ഒരിക്കലും ഇവിടെ ടാക്സ് കൊണ്ടുവരത്തില്ലെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടുത്തെ എല്ലാ സെക്ടേഴ്സും വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന ഒരു ടൈമിൽ ഇൻകം ടാക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദുബായ് ഗവൺമെന്റിന് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം എല്ലാ മില്യനേഴ്സും ഇങ്ങോട്ട് വരുന്ന മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഫ്യൂച്ചറിൽ ഇവിടെ ഇൻകം ടാക്സ് വരുമെന്ന്.